ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് മാറ്റമില്ല. മുട്ടാർ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങിയത്. രണ്ടാം കൃഷി ഇറക്കിയ കർഷകർക്ക് കനത്ത ആഘാതമാണ് നിലവിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. മടവീഴ്ചയെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകിയെത്തിയതോടെ ചമ്പക്കുളം മങ്കൊമ്പ് റോഡിലെ ഗതാഗതം ഇന്നലെ മുതൽ പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാവാലം ജങ്കാർ സർവീസ് നിർത്തിവെച്ചതോടെ കാവാലം പഞ്ചായത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും അമ്പലപ്പുഴ തിരുവല്ല റോഡിലും ഗതാഗതം 5ാം ദിവസവും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് എസ് ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതൊരു ആശ്വാസകരമാണ്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ വെള്ളക്കെട്ട് അതിങ്ങനെ തുടരുകയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും ക്യാമ്പിലേക്കൊക്കെയാണ്. വീടുകളിൽ ചെളിയൊക്കെ നിറഞ്ഞ സാഹചര്യമാണ്. റോഡിലടക്കം വെള്ളം കയറിയ സാഹചര്യമാണ്. നിലവിൽ കുറച്ചെങ്കിലും മാറ്റമുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയെന്ന് ആശ്വസിക്കാമോ? കീർത്തന, അത്തരത്തിലൊരു ചെറിയ ആശ്വാസമുണ്ട്. ചെറിയ തോതിലെങ്കിലും വെള്ളം ഇറങ്ങുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇറങ്ങുന്നത്ര വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. 2 ദിവസമായിട്ട് കാര്യമായി തന്നെ മഴ പെയ്യുന്നില്ല. അത് ഈ ചെങ്ങന്നൂർ താലൂക്കിലാണെങ്കിലും കുട്ടനാട് താലൂക്കിലാണെങ്കിലും കാര്യമായ മഴയൊന്നും തന്നെ ഇല്ല. ഇതിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ 2 താലൂക്കുകളിലാണ് കാര്യമായിട്ട് തന്നെ പ്രളയക്കെടുതി ഉണ്ടായിരുന്നത്. ഒന്ന് ചെങ്ങന്നൂർ താലൂക്കാണ്. ചെങ്ങന്നൂർ താലൂക്കിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ സംബന്ധിച്ചിപ്പോൾ ആശ്വാസമായി മാറിയിട്ടുണ്ട്. പക്ഷേ കുട്ടനാട് താലൂക്കിലുള്ളവരെ സംബന്ധിച്ചാണ് ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന അപ്പർ കുട്ടനാട് മേഖലയിലാണെങ്കിൽ പോലും മുട്ടാർ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അവിടെ അന്വേഷിക്കുമ്പോഴും ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങുന്നത്. ഇന്നും അങ്ങനെയാണ് സാഹചര്യം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കുട്ടനാടിന്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ, അതായത് കാവാലത്ത് ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതോടുകൂടി കാവാലം പഞ്ചായത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. ഒപ്പം തന്നെയാണ് ചമ്പക്കുളം മങ്കൊമ്പ് റോഡ്, ആ റോഡിലേക്ക് മട വീണതിനെ തുടർന്ന് വലിയ തോതിൽ വെള്ളം കയറിയിരുന്നു. അങ്ങനെ ആ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിനിപ്പോൾ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ആണെങ്കിൽ ശക്തമായ മഴയൊന്നും തന്നെ പെയ്യുന്നില്ല. പക്ഷേ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കൽ അടക്കമുള്ള നടപടികൾ വൈകിയതും ഈ വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നതിന് കാരണമായി മാറി എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്, അതായത് കുട്ടനാട്ടിലുള്ളവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വെള്ളം ഇറങ്ങിയ ശേഷമാണ് ഇനി സ്വാഭാവികമായിട്ട് ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടത്. പക്ഷേ 5 ദിവസമായിട്ട് ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്.